ഹോർമസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്കു നീക്കത്തെയും ആഗോള എണ്ണ വിപണിയെയും ഒരുപോലെ മുന്നിൽ നിർത്തുന്ന അതീവ ഗുരുതരമായ ഒരു ആക്രമണ വാർത്തയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെ കടന്നു പോവുകയായിരുന്ന ഒരു വാണിജ്യ കപ്പൽ ലക്ഷ്യം വെച്ച് ക്രൂയിസ് മിസൈൽ ആക്രമണമുണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുന്നതാണ് ഈ സംഭവം. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ കീഴിലുള്ള യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ആണ് ഈ ആക്രമണം സംബന്ധിച്ച ആദ്യ വിവരങ്ങൾ പുറത്തുവിട്ടത്. വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അവർ സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധത്തെക്കുറിച്ചോ കപ്പലിന് സംഭവിച്ച നാശനഷ്ടങ്ങളെക്കുറിച്ചോ കൂടുതൽ വ്യക്തത വരാനുണ്ടെങ്കിലും സംഭവം ഗൗരവതരമാണെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. CBS ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള CGM സാൻ അന്റോണിയോ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. കരയിൽ നിന്ന് തൊടുത്തുവിടാവുന്ന ക്രൂയിസ് മിസൈലാണ് കപ്പലിൽ പതിച്ചതെന്ന് US ഉദ്യോഗസ്ഥർ പ്രാഥമികമായി വിലയിരുത്തുന്നു. ദുബായ് തീരത്തിന് സമീപം കപ്പൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം. സമുദ്ര വ്യാപാര പാതകളിൽ ഏറ്റവും തിരക്കേറിയതും തന്ത്രപ്രധാനവുമായ ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇത്തരമൊരു ആക്രമണം നടന്നത് കപ്പൽ കമ്പനികളെയും ഇൻഷുറൻസ് ഏജൻസികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. നിലവിൽ ഒരു ഗ്രൂപ്പും ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല. മേഖലയിൽ സജീവമായ വിമത ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളോ ആണോ ഇതിന് പിന്നിലെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ആഗോള ഊർജ വിപണിയുടെ ജീവനാഡി എന്നാണ് ഹോർമുസ് കടലിടുക്ക് അറിയപ്പെടുന്നത്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എണ്ണയുടെ വലിയൊരു ഭാഗം ഈ ഇടുങ്ങിയ കടൽപാത വഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു അസ്ഥിരത പോലും ആഗോളതലത്തിൽ ഇന്ധനവില വർധനവിന് കാരണമാകും. ഫ്രഞ്ച് ഉടമസ്ഥതയിലുള്ള കപ്പൽ ആക്രമിക്കപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ നാവികസേനാ കപ്പലുകളെ മേഖലയിലേക്ക് അയക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചേക്കാം. കപ്പലിൽ പതിച്ചത് ക്രൂയിസ് മിസൈൽ ആണെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കപ്പെട്ടാൽ അത് വലിയൊരു സൈനിക നീക്കമായി കണക്കാക്കേണ്ടി വരും. സാധാരണയായി ഡ്രോണുകളോ ചെറിയ റോക്കറ്റുകളോ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. ആക്രമണം നടന്ന സമയത്ത് കപ്പലിലെ സിഗ്നലുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകരാറിലായോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ദുബായ്ക്ക് അടുത്തായതുകൊണ്ട് തന്നെ UAE നാവികസേനയും നിരീക്ഷണത്തിനായി രംഗത്തുണ്ട്. നാവിക യുദ്ധം ശക്തിപ്പെടുന്നതിന്റെ സൂചനയായാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഗൾഫ് മേഖലയിൽ വിമാനങ്ങൾ കാണാതാകുന്നതും കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും പതിവാകുകയാണ്. ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. പരിക്കേറ്റ ജീവനക്കാർക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കപ്പലിന്റെ ഉൾഭാഗത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കടലിൽ എണ്ണ പടരാനും പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. കപ്പലിന്റെ ഘടന എത്രത്തോളം സുരക്ഷിതമാണെന്ന് വിദഗ്ധ സംഘം ഉടൻ പരിശോധിക്കും. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ പ്രോജക്ട് ഫ്രീഡം പോലുള്ള ദൗത്യങ്ങൾ നടക്കുമ്പോഴും ഇത്തരമൊരു ആക്രമണം ഉണ്ടായത് സുരക്ഷാ പാളിച്ചയായാണ് പലരും കാണുന്നത്. ഈ ആക്രമണം നടന്നത് കപ്പൽ ട്രാഫിക് പാതയിലാണ് എന്നതും ഗൗരവകരമാണ്. നൂറുകണക്കിന് കപ്പലുകൾ ദിവസവും കടന്നു പോകുന്നയിടത്ത് ഒരു കപ്പലിനെ കൃത്യമായി ലക്ഷ്യം വെച്ചത് ആസൂത്രിതമാണ്. ഇത് വാണിജ്യ കപ്പലുകൾക്കിടയിൽ ഭീതി പരത്താനും മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ തളർത്താനും ലക്ഷ്യമിട്ടുള്ളതാണ്. മേഖലയിലെ മറ്റ് കപ്പലുകൾക്ക് UKMDO ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള യാത്രയിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും സംശയകരമായ നീക്കങ്ങൾ കണ്ടാൽ ഉടൻ അറിയിക്കണമെന്നുമാണ് നിർദ്ദേശം. പല കപ്പൽ കമ്പനികളും തങ്ങൾ യാത്രകൾ താൽക്കാലികമായി പുനർക്രമീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഫ്രാൻസ് ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കും താൽപര്യങ്ങൾക്കും വിഘാതം നിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. GPS ജാമിംഗ് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ ഈ ആക്രമണത്തിന് മുന്നോടിയായി ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്ന് സംശയിക്കപ്പെടുന്നു. കപ്പലിന്റെ ഗതി നിരീക്ഷിക്കാനും കൃത്യമായ സമയത്ത് മിസൈൽ തൊടുത്തുവിടാനും അതിനൂതനമായ സാറ്റലൈറ്റ് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു പ്രാദേശിക സംഘത്തിന്റെ മാത്രം പ്രവൃത്തിയാകാൻ വഴിയില്ല. സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ റെസ്ക്യൂ കപ്പലുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കടലിൽ മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ സാധിച്ചാൽ അത് ആക്രമണത്തിന് പിന്നിലെ രാജ്യത്തെ തിരിച്ചറിയാൻ സഹായിക്കും.
കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭയും ഗൗരവമായാണ് കാണുന്നത്. സമാധാനപരമായ ചരക്കു നീക്കത്തെ തടസ്സപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. എന്നാൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമാണ്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ശീതയുദ്ധം വഷളാകുന്ന സാഹചര്യത്തിൽ ഇത്തരം ഓരോ സംഭവവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ആക്രമണത്തിൽ കപ്പലിലെ ചരക്കുകൾക്ക് എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നത് വ്യക്തമല്ല. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സാധനങ്ങളുമായി പോകുന്ന കപ്പലുകൾ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കപ്പെടുന്നത് ആഗോള വ്യാപാരത്തെ തളർത്തും. വരും മണിക്കൂറുകളിൽ അമേരിക്കൻ പെന്റഗണിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ആക്രമണം നടന്ന കൃത്യമായ സമയം സൈന്യം സ്ഥിരീകരിക്കും. മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷികളുമായി ചേർന്ന് പ്രതിരോധം തീർക്കാനാണ് US നീക്കം. ക്രൂയിസ് മിസൈൽ ആക്രമണം എന്നത് യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമായാണ് സൈനിക വിദഗ്ധർ കാണുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ഇതിനു പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ടെന്നും അവർ വാദിക്കുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിന്റെ സുരക്ഷ വീണ്ടും ലോക ശ്രദ്ധയിലേക്ക് വന്നിരിക്കുകയാണ്. മുൻപ് നടന്ന ആക്രമണങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ വ്യാപ്തി കൂടുതലാണ്. ദുബായ് തീരത്ത് കപ്പലുകൾ അങ്കണം ചെയ്യുന്ന ഇടങ്ങളിൽ പോലും ഇപ്പോൾ ഭീതിയുടെ നിഴലുണ്ട്. CGM സാൻ അന്റോണിയോയുടെ അവസ്ഥയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുകയാണ്. ഇതിനൊരു തിരിച്ചടി ഉണ്ടാകുമോ അതോ നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. പശ്ചിമേഷ്യ വീണ്ടും വലിയ അഗ്നിപരീക്ഷയിലേക്ക് നീങ്ങുകയാണെന്നതിൽ സംശയമില്ല.